ഇപ്പൊ എന്റെ മോന്റെ പ്രായത്തിലൊക്കെ ആയിരിക്കും ഞാൻ ആദ്യമായിട്ട് പൊങ്കാലയ്ക്ക് പോകുന്നത്. അന്ന് ഇതുപോലെ വീട്ടിന്റെ മുറ്റത്തിടാനുള്ള ഒരു സൗകര്യം ആയിട്ടില്ല. കാരണം അന്ന് കുറച്ചുകൂടെ നമ്മൾ അമ്പലത്തിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ മാത്രമായിരുന്നല്ലോ ഇട്ടിരുന്നത്. ഇപ്പോഴാണ് ഈ ജനലക്ഷങ്ങൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും പൊങ്കാല ഇത്രയും വിപുലമായി എല്ലാവർക്കും. ശരിക്കും തിരുവനന്തപുരം നഗരം മൊത്തം ഇപ്പൊ ഒരു പൊങ്കാല പ്രഭയിലാണല്ലോ. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു അമ്പലത്തിന്റെ അടുത്തേക്കൊക്കെയാണ് കൂടുതൽ ഞങ്ങൾ ഇട്ടിരുന്നത്. ആ ഒരു 6 വയസ്സ് 7 വയസ്സൊക്കെയുള്ള പ്രായത്താണ് എൻ്റെ ഓർമ്മയിലുള്ള. അതിനു മുമ്പ് ചിലപ്പോൾ അമ്മ കൊണ്ടുപോയി കാണും. പക്ഷെ എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ പൊങ്കാല 6 വയസ്സ് 7 വയസ്സൊക്കെയുള്ള പ്രായത്തിലാണ്. പൊങ്കാല എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അല്ലെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? പൊങ്കാല ഓർമ്മകൾ എപ്പോഴും പുതിയ ആളുകളെ കാണുന്നതും പരിചയപ്പെടുന്നതും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നിറവ് വേറെയാണ് പൊങ്കാലയ്ക്ക്. അപ്പൊ എപ്പോഴും പിന്നെ ഒരുമിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് ജപിക്കുക. ഇപ്പോൾ സഹസ്രനാമം ചൊല്ലുക, അല്ലെങ്കിൽ മഹിഷാസുരമർദ്ദിനി ചൊല്ലുക, അതോ അല്ലെങ്കിൽ ഒരുമിച്ച് ഇരുന്ന് പാട്ട് പാടുക. കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു പൊങ്കാല സമയത്ത് പിന്നെ എല്ലാവർക്കും ഈ ജ്യൂസും മോരും വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് ഓടുന്നതാണ് രസകരമായിട്ടുള്ള ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞാണ്. ഇപ്പൊ ഞങ്ങള് ഇവിടെ ആണെങ്കിലും തന്നെ കുട്ടികളെല്ലാരും കൂടെ ചേർന്നിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പൊ ചെറിയ ബാലവേദി പോലെയൊക്കെ ഞങ്ങൾ തന്നെ ഒരു ചെറിയ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. അപ്പൊ ആ സമയത്ത് ആളുകൾക്ക് എന്തൊക്കെയാണോ ആവശ്യം, വെള്ളം ചിലപ്പോൾ ചൂടുവെള്ളമായിരിക്കും, ചിലപ്പോൾ ജ്യൂസായിരിക്കും, എന്താണോ ആ വർഷത്തെ പ്രത്യേകത അത് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുക. അപ്പൊ ഓരോ വീടുകളിൽ അതിന് വേണ്ടിയിട്ട് കയറുക. അപ്പൊ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള ഓർമ്മകൾ എന്നുള്ളത്. പൊങ്കാലയ്ക്കും തീർച്ചയായിട്ടും എല്ലാവരെയും കാണുക, ആളുകളെ കാണുക എന്നുള്ളതാണ് കുട്ടിക്കാലത്ത് ഏറ്റവും വലിയൊരു ത്രില്ലായിട്ട് കാണുക.